നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത ടണലായ ജനാസു തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുപ്രധാനമായൊരു ഘട്ടം പൂർത്തിയാക്കി. ഇന്ത്യൻ റെയിൽവേയുടെ ശ്രദ്ധേയ പദ്ധതിയായ ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ പാതയിൽ ഹിമാലയം തുരന്ന് യാഥാർത്ഥ്യമാക്കുന്ന ഈ തുരങ്കപാതയുടെ അവസാന അറ്റം തുറക്കുന്ന ടണൽ ബ്രേക്ക് ത്രൂ അഥവാ TBM ജോലിയാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. ഈ നിർണായക ഘട്ടം പൂർത്തീകരിക്കുന്ന വേളയ്ക്ക് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും സാക്ഷ്യം വഹിച്ചു. തീർത്തും അതികഠിനമായൊരു ദൗത്യമാണ് ഈ ഘട്ടത്തിലൂടെ സാധ്യമാക്കിയെടുത്തിരിക്കുന്നത്. ദുർഘടകാലം പിന്നിട്ട് നമ്മൾ ആ സ്വപ്നത്തിന്റെ അരികിലെത്തുന്നു. അപ്രതീക്ഷിത കാലാവസ്ഥയും അതികഠിന സാഹചര്യങ്ങളും മനുഷ്യജീവന് പോലും ഭീഷണിയായപ്പോൾ നാം അതിനെ മനക്കരുത്തോടെ നേരിട്ടു. തുരങ്കം അഭിമാനകരമായ നിർമ്മാണഘട്ടം പൂർത്തിയായതിനെ കുറിച്ച് ഇന്ത്യൻ റെയിൽവേ പങ്കിട്ട വാക്കുകളാണിവ. തുരങ്കത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ടണൽ ബ്രേക്ക് ത്രൂ ഘട്ടത്തെ മേജർ ബ്രേക്ക് ത്രൂ എന്നാണ് റെയിൽവേ മന്ത്രി വിശേഷിപ്പിച്ചത്. ഋഷികേശ് കർണപ്രയാഗ് പാതയിൽ ജനാസുവിനും ദേവപ്രയാഗിനും ഇടയിലായാണ് ജനാസു തുരങ്കം യാഥാർത്ഥ്യമാക്കുന്നത്. 14.58 കിലോമീറ്റർ നീളത്തിലുള്ള ഇരട്ട തുരങ്കമാണിത്. നിലവിൽ കാശ്മീർ പാതയിലെ കത്ര ബനിഹാൽ സെക്ഷനിൽ ഖാരിക്കും സുംബർ സ്റ്റേഷനുകൾക്കും ഇടയിലുള്ള 12.75 കിലോമീറ്റർ നീളമുള്ള തുരങ്കമാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കപാത. പ്രവർത്തന സജ്ജമാകുന്നതോടെ ജനാസു തുരങ്കം ഈ പാതയെ മറികടക്കും. ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായാണ് ഒരു റെയിൽവേ തുരങ്കപാത നിർമ്മിക്കുന്നതെന്ന പ്രത്യേകതയും ജനാസുവിനുണ്ട്. പ്രത്യേകിച്ച് ഹിമാലയൻ ഭൂപ്രദേശത്ത് ആദ്യമായാണ് ഇത്തരമൊരു നിർമ്മാണ രീതി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. TBM എന്നത് കാഠിന്യമുള്ള പാറകൾ തുരക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക യന്ത്രമാണ്. സാധാരണ തുരങ്ക നിർമ്മാണത്തിനായി പ്രയോജനപ്പെടുത്തുന്ന പതിവ് സ്ഫോടന രീതികളെ അപേക്ഷിച്ച് പരിസ്ഥിതിയുടെ സ്വാഭാവികതയെ പ്രതികൂലമായി ബാധിക്കാത്ത വിധമുള്ള സംവിധാനമാണ് TBM. ഈ യന്ത്ര സംവിധാനം വിനിയോഗപ്പെടുത്തുന്നതിലൂടെ ചുറ്റുപാടുകൾക്ക് നാശമോ തകരാറുകളോ ഉണ്ടാകില്ല എന്നതിനൊപ്പം തുരങ്കത്തിന്റെ ലൈനിംഗ് ചെലവുകൾ കുറയ്ക്കാനും അത് സഹായകരമാകും. TBM-നെ കൂടാതെ ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡും ജനാസുവിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നിയന്ത്രിതവും ചെറുതോതിലുള്ളതുമായ ഖനനത്തിനായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് അഥവാ NATM. ഈ തുരങ്കത്തിന്റെ 10.4 കിലോമീറ്റർ ദൂരം TBM യന്ത്ര സംവിധാനത്താൽ തുരന്നപ്പോൾ 4.11 കിലോമീറ്റർ ഭാഗത്തെ ഖനന നിർമ്മാണത്തിനായി NATM സംവിധാനമാണ് പ്രയോജനപ്പെടുത്തിയത്. 125.20 കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൃഹത് പദ്ധതിയാണ് ഋഷികേശ് കർണപ്രയാഗ് റെയിൽ ലിങ്ക് പദ്ധതി. ഈ പദ്ധതിയുടെ 83% തുരങ്കങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ, തെഹ്രി ഗഡ്വാൾ, പൗരി ഗഡ്വാൾ, രുദ്രപ്രയാഗ്, ചമോലി എന്നീ 5 ജില്ലകളിലായാണ് ഈ റെയിൽവേ പാത വ്യാപിച്ചു കിടക്കുന്നത്. 104 കിലോമീറ്ററോളം തുരങ്കങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ പാതയിൽ 12 പുതിയ സ്റ്റേഷനുകളും 16 തുരങ്കങ്ങളും 19 വലിയ പാലങ്ങളുമുണ്ട്. ഈ പദ്ധതിയുടെ ഒരു ഭാഗം 2020 മുതൽ പ്രവർത്തനക്ഷമമാണ്. ഋഷികേശ് കർണപ്രയാഗ് റെയിലിംഗ് പദ്ധതിയിൽ 16 പ്രധാന തുരങ്കങ്ങൾ കൂടാതെ 97.72 കിലോമീറ്റർ നീളമുള്ള 12 അടിയന്തര തുരങ്കങ്ങളും 7.05 കിലോമീറ്റർ നീളമുള്ള ക്രോസ് പാസേജുകളും ഉണ്ടാകും. തീപിടുത്തമോ മറ്റ് അപകട സാഹചര്യങ്ങളോ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ആളുകൾക്ക് സുരക്ഷിതമായി രക്ഷപ്പെടാനാണ് പ്രധാന തുരങ്കങ്ങൾക്ക് സമാന്തരമായി അടിയന്തര തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ റെയിൽവേ പാതയിലെ 8ാം നമ്പർ തുരങ്കമാണ് ജനാസുവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിമാലയത്തിലെ ദുഷ്കരമായ ഭൂപ്രദേശത്ത് ഒരു റെയിൽവേ ലൈൻ നിർമ്മിക്കുക എന്നത് തങ്ങളെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായിരുന്നുവെന്നാണ് ഈ പദ്ധതി നടപ്പാക്കുന്ന റെയിൽ വികാസ് നിഗം ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് നിർമ്മാണ യന്ത്ര സാമഗ്രികൾ എത്തിക്കുക എന്നതാണ് പ്രധാനമായും നേരിട്ട വെല്ലുവിളി. മണ്ണിടിച്ചിൽ പോലുള്ള കാലവർഷ പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും ജനാസു തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ തടസ്സങ്ങൾ നേരിട്ടു. എങ്കിലും ടണൽ ബ്രേക്ക് ത്രൂ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നും ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. ഹിമാലയത്തിലെ തുരങ്ക നിർമ്മാണത്തെ സംബന്ധിച്ച് പരിസ്ഥിതി വിദഗ്ധർ പല വിധത്തിലുള്ള ആശങ്കകൾ ഉന്നയിച്ചിരുന്നു. എങ്കിലും യാത്രാ സമയവും ചെലവും കുറച്ച് മലയോര പ്രദേശങ്ങളിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത്. ജനാസു തുരങ്കത്തിന്റെ വരവോടെ ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ സാധിക്കും. ഇത് ഈ സംസ്ഥാനത്തെ പുതിയ വ്യാപാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും പിന്നോക്ക പ്രദേശങ്ങളുടെ വികസനത്തിന് സഹായിക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരത്തിലുള്ള വ്യവസായ വികസനങ്ങൾക്ക് പുറമെ കുടിൽ വ്യവസായങ്ങൾക്കും ഒട്ടനേകം അവസരങ്ങൾ തുറക്കാൻ ഇത് കാരണമായി തീരുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒപ്പം വിനോദസഞ്ചാര മേഖലയിലും ഗണ്യമായ പുരോഗതി നേടാൻ കഴിയുമെന്നാണ് ഉത്തരാഖണ്ഡ് സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്.
വർഷാവർഷം ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ചാർധാം തീർത്ഥാടനത്തിന് ഗുണകരമായി തീരുന്ന റെയിൽവേ പദ്ധതിയാണ് ഋഷികേശ് കർണപ്രയാഗ് ലൈൻ. ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനേത്രി എന്നീ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള യാത്രയുടെ ദൈർഘ്യം വലിയ തോതിൽ കുറയ്ക്കാൻ ഈ പാതയ്ക്കാകും. ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ റോഡ് മാർഗം 6-7 മണിക്കൂർ എടുക്കുന്ന യാത്ര 2 മണിക്കൂറായി കുറയ്ക്കാനാകുമെന്നും റെയിൽവേ ചൂണ്ടിക്കാണിക്കുന്നു. പലപ്പോഴും മണ്ണിടിച്ചിലും പ്രളയക്കെടുതിയുമൊക്കെയായി ഏറെ അപകടം പിടിച്ച ചാർധാം യാത്ര ഋഷികേശ് കർണപ്രയാഗ് റെയിൽപാതയുടെ വരവോടെ തീർത്ഥാടകർക്ക് സുരക്ഷിതമായ യാത്ര സാധ്യമാക്കാനാകും. നിലവിൽ ഋഷികേശ് കർണപ്രയാഗ് റെയിൽവേ ലൈനിന്റെ 70% നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 2026 ഡിസംബറോടെ ഈ പദ്ധതി പ്രവർത്തന സജ്ജമാക്കാനാണ് റെയിൽവേ അധികൃതർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.